വിജിലൻസ് അന്വേഷണത്തിൽ കുറ്റവിമുക്തനായി മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചുവരാൻ ആഗ്രഹിച്ച ഇ.പി. ജയരാജൻ പുതിയ മന്ത്രിയായി എം. മണിയെ നിർദ്ദേശിച്ചപ്പോൾ തന്നെ രോഷാകുലനായി. അന്വേഷണം പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ തീരുമാനമെടുക്കുന്നത് തന്നെ കുറ്റക്കാരനായി മുദ്രകുത്താനാണെന്നായിരുന്നു ജയരാജന്റെ പ്രതികരണം. അങ്ങനെയെങ്കിൽ എം.എൽ.എ സ്ഥാനം രാജിവെക്കാം, പൊതുപ്രവർത്തനവും അവസാനിപ്പിക്കാമെന്നും ജയരാജൻ പറഞ്ഞു. ബന്ധുക്കളെ നിയമിച്ചത് താൻ മാത്രമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ജയരാജൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരൻ വിനയകുമാറിന്റെ പേര് എടുത്തു പറയുകയും ചെയ്തു. പണ്ട് വി.എസിന്റെ മകന് നിയമനം കിട്ടിയ കാര്യവും പരാമർശിച്ചു. അന്നൊന്നുമില്ലാത്ത കുറ്റം തനിക്കുമേൽ മാത്രം ആരോപിക്കുന്നത് എന്തിനാണെന്നായിരുന്നു ജയരാജന്റെ ചോദ്യം. ബന്ധുവായ പി.കെ. ശ്രീമതിയും ജയരാജനെ പിന്തുണച്ച് പുതിയ മന്ത്രി എതിർത്തു. നേതാക്കളെയാകെ അമ്പരപ്പിച്ച് യോഗത്തിൽ രോഷാകുലനായ ജയരാജനെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഇടപെട്ടാണ് നിയന്ത്രിച്ചത്. ജയരാജൻ ഉന്നയിച്ച കാര്യങ്ങൾ ഈ സമയത്തല്ല ചർച്ച ചെയ്യേണ്ടത്. കേന്ദ്ര കമ്മിറ്റി പ്രശ്നം ചർച്ച ചെയ്യാനിരിക്കുന്നേ ഉള്ളൂവെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. വിഷയം പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞ് കാരാട്ടും ഇടപെട്ടതോടെയാണ് ജയരാജൻ പിൻവാങ്ങിയത്. പാർട്ടിയിലെ ഏറ്റവും അടുപ്പക്കാരനായ ഇ.പി. ജയരാജൻ ഈ പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നും മിണ്ടാതിരുന്നത് ശ്രദ്ധേയമായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.